ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശങ്ങൾ നൽകി സുപ്രീം കോടതി. പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ കാരണം വോട്ടർമാരെ അറിയിക്കണം. ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക ബൂത്ത് അടിസ്ഥാനത്തിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും വോട്ടർ ID നമ്പർ ഉപയോഗിച്ച് തിരഞ്ഞാൽ വിവരങ്ങൾ കണ്ടെത്താനാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പുരോഗതി അടുത്ത വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ അറിയിക്കണം. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു സമീപനമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം അവർ ഈ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിനെ തടയണം, അതിന് സ്റ്റേ നൽകണം എന്നുള്ളതായിരുന്നു ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. പക്ഷേ ആ ആവശ്യം ഒരു ഘട്ടത്തിൽ പോലും അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ചില നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുമുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിന്റെ കാരണം വോട്ടർമാരെ അറിയിക്കണം എന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ആരൊക്കെയാണോ പുറത്തുപോയത് അവർ മതിയായ രേഖകളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്ന പക്ഷം അവർക്ക് അതിന്റെ കാരണം വിശദീകരിക്കണം. സ്വാഭാവിക നടപടിയാണത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സാധിക്കുകയും ചെയ്യും. 2, ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക ബൂത്ത് അടിസ്ഥാനത്തിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവിക നടപടിയാണ്. കാരണം ഇതിനോടകം തന്നെ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതും ആരെയൊക്കെയാണ് പുറത്താക്കിയത് എന്നുള്ള കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശമുണ്ട് കണക്കുകൾ. അപ്പോൾ ബൂത്ത് അടിസ്ഥാനത്തിൽ ഇത് പബ്ലിഷ് ചെയ്യുക, വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഭീകരമായ ജോലിയുമല്ല. 3, വോട്ടർ ID നമ്പർ ഉപയോഗിച്ച് തിരഞ്ഞാൽ വിവരം കണ്ടെത്താനാകണം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതും സ്വാഭാവിക നടപടിയാണ്. എപിക് നമ്പർ ഉപയോഗിച്ച് തിരഞ്ഞാൽ അവർക്ക് വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിയണം എന്നാണ് പറഞ്ഞത്. അതൊരു ടെക്നിക്കൽ സംഗതിയാണ്. അതേസമയം ഇതിന്റെ പുരോഗതി അടുത്ത വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ അറിയിക്കാനും സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അത് നിർദ്ദേശരൂപേണ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി ശക്തമായി മുന്നോട്ട് പോകാം.